ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് നമുക്കൊരു വാക്ക് ത്രൂ ചെയ്യാം. ഓക്കെ, സോ ഇത് യൂറോയുടെ ചാർട്ടാണ്, ഡെയിലി ചാർട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സ്ട്രക്ചറിന്റെ ബ്രേക്ക് മുതൽ തുടങ്ങാം. ഓക്കെ, സോ എനിക്കിവിടെ പേഴ്സണലി കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു ഡെയിലിയിലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് ആദ്യം, പിന്നെ നമ്മൾ സോണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യുക, നിങ്ങളെ സ്ട്രക്ചർ പോയിന്റുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. ആൻഡ് നമുക്ക് എന്ത് തുടങ്ങാം, ഇവിടെ നിന്ന് നമുക്ക് സോണിന്റെ അനാലിസിസ് തുടങ്ങാം. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഡേറ്റ തൽക്കാലം കളയാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ സോൺസിന്റെ അനാലിസിസ് നമുക്ക് തുടങ്ങാം. സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് പിറകോട്ട് വരാം. ഓൾറൈറ്റ്, സോ സ്റ്റാർട്ട്. ഓക്കെ, ഒരു ക്യാൻഡിൽ കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ തമ്മിൽ ഇംബാലൻസ് ഉണ്ട്. സോ എൻ്റെ ആദ്യത്തെ സോൺ എനിക്ക് ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഈ ഒരു ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ. എന്തുകൊണ്ട്? കാരണം ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുള്ള ക്യാൻഡിൽ ഇതാണ്, തൊട്ടടുത്ത ക്യാൻഡിൽ ഈ ക്യാൻഡിൽ തമ്മിൽ ഇംബാലൻസ് ഉണ്ട്, എന്നാൽ അതിന്റെ പ്രീവിയസ് ക്യാൻഡിലും അതിന്റെ തേർഡ് ക്യാൻഡിലും തമ്മിലില്ല. സോ ആ ഒരു ബുള്ളിഷ് ലെഗിൽ, ആ ഒരു എക്സ്പാൻഷനിൽ ഇംബാലൻസ് ഉള്ള അവസാനത്തെ ക്യാൻഡിലാണിത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഡെയിലിയിലെ ഡിമാൻഡ് സോൺ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരുപാട് സോണുകൾ വരും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ഇതൊരു സോൺ. ഓക്കെ, ഓൾറൈറ്റ്, ദെൻ വി ഹാവ് ഈ ഒരു ടൈപ്പ് 1 സോൺ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടല്ലേ ടൈപ്പ് 1 സോൺ ഉണ്ട്. പക്ഷേ ഈ ടൈപ്പ് 1 സോൺ നമുക്ക് ഓക്കെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണ്. എനിവേസ് പക്ഷെ നമുക്ക് മാർക്ക് ചെയ്തിടാം. അപ്പോൾ കാണാൻ പറ്റുന്ന സോണുകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്തിടാം. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഓവർലാപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ വരച്ചിടുക. ഓക്കെ, ഇതും ഡെയിലിയിലെ ഒരു ഡിമാൻഡ് സോൺ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫാമിലിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, തിരിച്ചു പോവാം, നമുക്ക് താഴോട്ട് പോവുകയാണ്. ഓക്കെ, ഇംബാലൻസ് ഇല്ല. See if we have imbalance on this. Okay. ഓക്കെ, ഇതിൽ ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ക്യാൻഡിൽ തമ്മിൽ ഇംബാലൻസ് ഉണ്ട്. സോ അത് ഇംബാലൻസ് ഉള്ള ഒരു ക്യാൻഡിലാണ്. പ്ലസ് അതൊരു വിഗ് സോണും ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിഗ് സോൺ ആണ്. ഓക്കെ, സോ ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക വിഗ് സോൺ ആയിരിക്കും ഇതിൽ. പക്ഷെ നമുക്ക് തൽക്കാലം ഇത് മുഴുവനായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ ദാറ്റ് കൺഫ്യൂഷൻ ഇല്ല, ആ സോൺ മുഴുവൻ എടുക്കാം. അപ്പം അതും പാർട്ട് ഓഫ് ഡിമാൻഡ് ആണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ ഇവിടെ ഉണ്ട്, കാരണം അത് ഇംബാലൻസ് ഉള്ള ഒരു ക്യാൻഡിലാണ്, പ്ലസ് അതൊരു വിഗ് സോൺ ആണ്. ഓക്കെ, ഇതും ഡിമാൻഡ് സോൺ ആയിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് ഈ വിഗ് സോൺ കൺസിഡർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഗ് സോൺ അല്ലെ, ആ വിക്കും നമുക്ക് ഡിമാൻഡ് ആണ്. ഇപ്പോൾ ഓവർലാപ്പ് ആവുന്ന കാര്യം നമ്മൾ നോക്കണ്ട, ജസ്റ്റ് വരച്ച് പോവാം. ഓക്കെ, കാരണം നമുക്ക് ആ പ്രൈസ് ആക്ഷന്റെ ഡേറ്റ ഉള്ളതുകൊണ്ട് തന്നെ വരയ്ക്കണം. ഓക്കെ, ടൈപ്പ് 1 ഉണ്ടായിരുന്നു, ഇതൊരു ടൈപ്പ് 1 എന്താ പറയുക ഡിമാൻഡ് സോൺ ആണ്. പക്ഷേ ഏകദേശം 50% അതിനെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോൺ എടുക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം, ഒരു സോണിന്റെ 50% മിറ്റിഗേറ്റഡ് ആണോ, നമുക്ക് അധികം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പോഴും വയലേറ്റ് ആയിട്ടുണ്ടോ, ഇല്ല. കാരണം വയലേറ്റ് ആവണമെങ്കിൽ എന്താണ്, ബോഡി ബ്രേക്ക് തന്നെ വേണം. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ മാക്സിമം ഈ സോണിൽ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ പ്രൈസ്. അതുകൊണ്ട് തന്നെ 50% മിറ്റിഗേറ്റ് ആയിട്ടുള്ള സോൺ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ, നമ്മൾ ലിക്വിഡിറ്റി എന്നുള്ള കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ടായിരിക്കും അതിനെ എടുക്കുക. ഓക്കെ, നമുക്കിവിടെ വന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇത് തന്നെ ഒരു ടൈപ്പ് 1 ആണ്, ബട്ട് നമുക്ക് ആ വിക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എനിവേസ് പിന്നെ നമുക്ക് താഴോട്ട് പോകുന്നു. ഇംബാലൻസ് ഉള്ള വേറൊരു സോൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇംബാലൻസ് ഉള്ള ഒരു ലെഗ് ആണിത്. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട, മൾട്ടിപ്പിൾ ലെഗ്സ് ഉണ്ടാവാം എക്സ്പാൻഷന്റെ സമയത്ത്, സിംഗിൾ ലെഗും കാണാം. സിംഗിൾ ലെഗ് ഇൻ ദ സെൻസ് പ്രൈസ് ഇങ്ങനെ തന്നെ മുകളിൽ പോവാം, അതല്ലെങ്കിൽ പ്രൈസ് ഇടയ്ക്ക് ഒരു പോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെയും പോകാം. പക്ഷെ ഇതെല്ലാം പാർട്ട് ഓഫ് എക്സ്പാൻഷൻ ആണ്. നമ്മൾ സോൺസ് നോക്കുമ്പം ആ റൂൾസ് ബേസ് ചെയ്ത് തന്നെ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, സോ ആ എക്സ്പാൻഷൻ ലെഗിന്റെ ഒരു പാർട്ട് തന്നെയാണിത്. ഇംബാലൻസ് ഇവിടെ ഇല്ല, പക്ഷെ ഈ ക്യാൻഡിലും തമ്മിൽ ഇംബാലൻസ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിക്കും ആ ഒരു വിക്കും തമ്മിൽ ഇംബാലൻസ് ഉണ്ട്, എന്നാൽ ഈ ക്യാൻഡിലും തമ്മിൽ ഇംബാലൻസ് ഇല്ല. സോ ഈ ക്യാൻഡിൽ നമുക്ക് വേറൊരു സോൺ ആയിരിക്കും. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒരുപാട് സോൺസ് ഉണ്ട്, എന്ത് ബ്രോ എല്ലാ സോൺസും ആവശ്യമുണ്ടോ? പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും മനസ്സിലാവും എന്താണ് ഈ സോണുകളുടെയൊക്കെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ. പിന്നെ വീണ്ടും ആ ലെഗിൽ വീണ്ടും നമുക്ക് ഇവിടേക്ക് ഇംബാലൻസ് ഉണ്ട്. ആൻഡ് ഫൈനൽ ക്യാൻഡിൽ ഇസ് ദിസ്. ഓക്കെ, ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ടൈപ്പ് 1 ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇംബാലൻസ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ടെങ്കിൽ ഇംബാലൻസിന് തന്നെ ആയിരിക്കും നമ്മൾ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുക ഡെയിലിയുടെ ഡിമാൻഡ് സോൺ. ഓക്കെ, അഗെയിൻ നമുക്ക് ലോവർ പ്രൈസ് ആക്ഷൻ നോക്കാം. ഇവിടെ നമുക്ക് വേറൊരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇൻസൈഡ് ബാർ ഓൺ ആണോ? യെസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തുണ്ട്, വേറൊരു ക്യാൻഡിൽ ഉണ്ട്. റൈറ്റ്, ഇംബാലൻസ് ഉള്ള ക്യാൻഡിലാണ്. ഓൾസോ ടൈപ്പ് 1 ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ടൈപ്പ് 1 ആയിട്ട് ഇവിടെ എടുക്കാം.
ടൈപ്പ് 1 സോണിന്റെ രീതിക്കും ഇവിടെയാണ് സോൺ ഉണ്ടായത്, മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. സോ ഈ പോയിന്റ് ഓഫ് ടൈം ടൈപ്പ് 1 ആയിട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് ഇച്ചിരി കൂടെ പ്രിഫറബിൾ. കാരണം അല്ലെ, ഈ സോണും മിറ്റിഗേറ്റഡ് അല്ല, അതുപോലെ തന്നെ ടൈപ്പ് 1 മിറ്റിഗേറ്റഡ് അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും സോൺസ് എടുക്കുക. ഞാൻ വരച്ചത് നമ്മൾ എല്ലാ സോൺസും നിങ്ങൾ എടുക്കുകയില്ല പേഴ്സണലി. ഓക്കെ, നിങ്ങൾ എല്ലാവരുടെ പ്രിഫേർഡ് ടൈപ്പ് ഓഫ് സോൺസ് വരും. ഈ 4 ടൈപ്പ് സോണുകളിലും നിങ്ങൾ എന്താ പറയാ സെലക്റ്റീവ് ആവുന്ന ഒരു രീതിയിലെത്തും. ഈ 4 ടൈപ്പ് സോണുകൾ നിങ്ങൾ വരയ്ക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇത് വരയ്ക്കുന്നത് വാക്ക് ത്രൂ ആയതുകൊണ്ടാണ് എല്ലാ സോൺസും വരയ്ക്കുന്നത്. നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് കാണും. അത് നിങ്ങൾ ട്രേഡ് എടുത്ത് തുടങ്ങുമ്പോഴും ചാർട്ട് മാർക്കപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് സോണാണ് കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ള കാര്യം. പക്ഷെ അത് ടൈം എടുക്കുന്നതായിരിക്കും. സോ ഇപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതെല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ദിസ് സോൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ആ സോണും ഈ സോണും കമ്പൈൻ ചെയ്തെടുക്കുന്നതിന് വരാം. ആൻഡ് ഈ ഒരു വിക്ക് സോൺ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിക്ക് സോൺ ആണ് അല്ലേ. ഓപ്പൺ മിറ്റിഗേറ്റഡ് ആയിട്ടുണ്ട് ഈ സോണിന്റെ, എന്നാൽ 50% മിറ്റിഗേറ്റഡ് അല്ല. നമുക്ക് റിഫൈൻ അവസാനം ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു വിക്ക് സോണും നമുക്കുണ്ട് അല്ലേ. സോ ഞാൻ വിക്ക് സോണും തൽക്കാലം എടുക്കാം. സോ ഇത്രയും സോണിലാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ പ്രൈസ് ആക്ഷന്റെ രീതിക്ക് നമുക്ക് കിട്ടിയ സോണുകൾ. ഓക്കെ, സോ എല്ലാം ഡെയിലിയുടെ ഡിമാൻഡ് സോണാണ്. സോ ഡെയിലിയുടെ ഡിമാൻഡ് സോൺ നമുക്ക് മാർക്ക് ചെയ്ത് പോകാം. ഇനി നമുക്ക് തുടങ്ങാം റിഫൈൻമെന്റിന്റെ പ്രോസസ്. ഞാൻ പറഞ്ഞ 2 രീതിക്ക് റിഫൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 50% ഡയറക്റ്റ്, അല്ലെങ്കിൽ ലോ ടൈം ഫ്രെയിം. ഞാൻ പേഴ്സണലി 50% ആണ് റിഫൈൻ ചെയ്യാറ്. സോ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ റിഫൈനിങ് മെത്തേഡ് വെച്ച് ഞാൻ റിഫൈൻ ചെയ്യാം. സോ ഞാൻ ഈ സോണിന് 50% ആക്കി. അഗെയിൻ ഈ സോൺ എന്തായാലും ഓപ്പൺ മിറ്റിഗേറ്റഡ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിന്റെ 50% തന്നെ ആക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ സോണിനെയും ഓക്കെ എന്ത് ചെയ്യുന്നു 50% റിഫൈൻ ചെയ്ത് വെക്കുകയാണ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സോൺ. സോ നമുക്ക് ഈ ടൈപ്പ് 1 സോൺ ഉണ്ട്. ഇതിന്റെ എപ്പോഴാണ് ഈ ടൈപ്പ് 1 സോൺ ഉണ്ടായത്? ഈ ബ്രേക്ക് നടന്നതുകൂടി. ഇതുവരെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഓവറോൾ സോണിന്റെ 50% എടുക്കാം. സോ ഞാൻ അത് ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവൻ ദിസ് സോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 50% റിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അഗെയിൻ റിഫൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്നില്ല, എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഈ സോൺ അതുവരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 50% എടുക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം സ്ട്രക്ചർ വരച്ചു, പിന്നെ സോൺസ് നമ്മൾ വരച്ചു വേണം. ഓക്കെ, ഓക്കെ, ഈ വിഗ് സോണിന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വിഗ് സോണിന്റെ ഓപ്പൺ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്തെടുക്കേണ്ടി വരും, 50% തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, സെയിം തിങ് നെക്സ്റ്റ് സോൺ മിറ്റിഗേറ്റഡ് അല്ല. നമുക്ക് നേരെ ആദ്യം എടുക്കാൻ പറ്റും ഈ സോണുകളുടെ. ഓക്കെ, റിഫൈൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് റിഫൈൻ ചെയ്തപ്പോൾ ഞാൻ ലോ ടൈം റിഫൈൻ ചെയ്യുന്നില്ല. ഞാൻ എല്ലാം ചെയ്യുന്നത് എന്താണ്, എല്ലാ ടൈപ്പ് റിഫൈൻമെന്റ് ചെയ്യുന്നത് 50% റിഫൈൻമെന്റ് ആണ്. ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് ആണ് ഈ ചെയ്തു പോകുന്നത്. ഓക്കെ, റിഫൈൻമെന്റ് ചെയ്യുന്നു. ലാസ്റ്റ് 2 സോൺ ഉണ്ട്. ഈ ടൈപ്പ് 1 സോൺ ആദ്യം എടുക്കാം. ടൈപ്പ് 1 സോണിന്റെ നമ്മൾ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രേക്കായി മിറ്റിഗേറ്റ് ചെയ്ത് 50% ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോൺ വെച്ചേക്കാം. ആൻഡ് നമുക്ക് ഇതിനെ 50% റിഫൈൻ ചെയ്യാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആ മുകളിലത്തെ സോണും അല്ലേ നമ്മൾ ഈ സോണും തമ്മിൽ ഏകദേശം ഓവർലാപ്പ് ആവുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ ഞാൻ മിക്കവാറും താഴത്തെ നമ്മൾ ആ ടൈപ്പ് 1 സോൺ മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ താഴത്തെ സോൺ ഓൾറെഡി ഓവർലാപ്പ് ആവുന്നുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഞാൻ ചെയ്യുക, ഈ സോൺ ഞാൻ ഇഗ്നോർ ചെയ്തിട്ട് ആ താഴത്തെ ടൈപ്പ് 1 സോണിന്റെ മിറ്റിഗേഷൻ ആയിരിക്കും നോക്കുക. കാരണം രണ്ടും അടുത്തടുത്താണ് കിടക്കുന്ന, കിട്ടാൻ ചാൻസ് ഉണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടും വെച്ചേക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ പ്രൈസ് ആക്ഷൻ ഉള്ളിലുള്ള എല്ലാ ഡിമാൻഡ് സോണുകളും നമ്മൾ എന്ത് ചെയ്തു, വരച്ചിട്ട് റിഫൈൻ ചെയ്തു. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. പ്രൈസിന് എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ല. ഇനി ഫ്യൂച്ചർ പ്രൈസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യം, പ്രൈസ് ഇപ്പൊ തന്നെ ഇവിടെ വന്നിട്ട് റിയാക്ട് ചെയ്ത് പോകണമെന്നല്ല. പ്രൈസിന് എപ്പോൾ വേണോ വരാം. 2 മാസം കഴിഞ്ഞിട്ട് വരാം, 1 കൊല്ലം കഴിഞ്ഞിട്ട് വരാം, പ്രൈസിന്റെ ഡെലിവറി അനുസരിച്ച്. സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഓക്കെ, പ്രൈസ് എക്സ്പാൻഷനിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സോൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ആയിട്ട് സോണുകൾ കിട്ടും. ഇവിടെ എന്ത് സോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻസൈഡ് ബാറിന്റെ സോൺ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇൻസൈഡ് ബാർ സോൺ ആണിത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് എക്സ്റ്റേണൽ സോൺസ് എടുക്കണമെങ്കിൽ ഇംബാലൻസും വേണം, അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തും വേണം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ കോഴ്സും വേണം. ഇവിടെ എന്തായാലും ഇംബാലൻസ് ഇല്ല. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസൈഡ് ബാറിന്റെ 50% നമ്മൾ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇങ്ങനെ വന്ന സന്ദർഭത്തിൽ ഞാൻ ഈ സോണ് കൺസിഡർ ചെയ്യുകയില്ല പേഴ്സണലി, ബിക്കോസ് അവിടെ ഹോൾഡ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇൻസൈഡ് ബാർ ആയത്, ഈ ക്യാനലിന്റെ അകത്ത് ഈ ക്യാനൽ വന്നപ്പോൾ ഡിമാൻഡ് എപ്പോഴായി, അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ. ഈ ക്യാനിൽ ഡിമാൻഡ് ഉണ്ടായി, ഈ ക്യാനിൽ മിറ്റിഗേഷനും നടന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബുള്ളിഷ് ക്യാനിലാണ്, പക്ഷെ ഒരു വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ വരെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യം ഒരു സെല്ല് നടന്നു ഇതിൻ്റെ അകത്തോട്ട്, പിന്നെയാണ് ബൈ നടന്നത്. സോ എന്ത് പറ്റി, ഈ നഷ്ടങ്ങളെല്ലാം
നമ്മളിവിടെ നികത്തി കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സോണ് പേഴ്സണലി എടുക്കുകയില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർവേഡ്. ഓക്കെ ഓക്കെ ഓക്കെ, പ്രൈസ് എടുത്ത ഹൈ ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മോർ ദാൻ ഇനഫ്. ഓക്കെ, അടുത്ത ഹൈ പോയിന്റ് ഇതാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. ഓക്കെ, ബിഗ് ബ്രേക്ക് നടന്നിട്ടുള്ളൂ. സോ നത്തിങ് യെറ്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഡെയിലിയില്ല. സോ സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യും പാറ്റേൺ. നമ്മൾ എന്ത് പഠിച്ചോ നമ്മൾ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സോൺസിനെ പറ്റി നോക്കുക. അപ്പൊ ആദ്യം സ്ട്രക്ചർ വരയ്ക്കുക. ഓക്കെ, സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം ലോവസ്റ്റ് പോയിന്റ് പോയിന്റ് വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പോകാം. ഓക്കെ, സോ എനിവേസ് ഈ ഒരു ലെഗില് ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ നമ്മളെ ഇൻസൈഡ് ബാർ തന്നെയാണ്. സോ ഇത് ഇൻസൈഡ് ബാറും ആണ്, പ്ലസ് എന്താണ് നമ്മള് ഇത് നമ്മുടെ ടൈപ്പ് 2 സോണും കൂടെയാണ് അല്ലേ, കാരണം ഇംബാലൻസ് ഉള്ള സോണും കൂടെയാണ് അല്ലേ. ഇംബാലൻസ് ഉള്ള സോൺ, ആ ലെഗിൽ അവസാനത്തെ ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ പ്ലസ് ഒരു ഇൻസൈഡ് ബാർ, ഡിമാൻഡ് സോൺ പ്ലസ് നമുക്ക് വേറെ എന്തുണ്ട്? ഈ വിക്ക് സോൺ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഒരു വിക്ക് സോൺ നമുക്കുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, ഇത് ടൈപ്പ് 1 അല്ലേ, ഇതെടുത്തൂടെ എടുക്കാം. ഓപ്പൺ മിറ്റിഗേറ്റ് 50% മിറ്റിഗേറ്റ് ചെയ്തില്ല. പക്ഷെ ഇത്രയും വലിയ സോൺ എടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ പേഴ്സണലി ടൈപ്പ് 1-നെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക പേഴ്സണലി ഈ വീക്ക് സോൺ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും പ്രിഫറൻസ് വ്യത്യാസമായിരിക്കും. ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അതിനെ ഡിമാൻഡ് സോൺ ആയിട്ട് എടുക്കാം, ഒരു തെറ്റും ഇല്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വരച്ചേക്കാം. ആൻഡ് ഈ വിഗ് സോൺ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വിഗ് സോണിന്റെ 50% നമ്മൾ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ആ സോണിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താണ്? ഇനി റിഫൈൻമെന്റ്. ഞാൻ എപ്പോഴും ചെയ്യുന്നത്, ഞാൻ 50% റിഫൈൻമെന്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമും ചെയ്യാം. ഞാൻ പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആയിരിക്കും ഇതിൽ ഏത് റിഫൈൻമെന്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ അഗൈൻ. ഇതിൽ ഞാൻ എൻ്റെ 50% നമുക്ക് റിഫൈൻ ചെയ്യാം. ഓക്കെ, സോ 2 സോൺ വരച്ചു. 2 സോണും നമ്മൾ റിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ ഇപ്പോഴും നമ്മൾ ഡിമാൻഡ് കൺട്രോളിൽ തന്നെയാണ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിമാൻഡ് സോൺ എല്ലാം മാർക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ റിഫൈനും ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് പ്ലേ ഇറ്റ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സ്ട്രക്ചർ പോയിന്റ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് കാണാൻ നമ്മൾ എവിടെ വന്നിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി? കൃത്യം നമ്മൾ ആ ഡിമാൻഡ് അല്ലേ, നമ്മൾ വരച്ച ഇൻസൈഡ് ബാറിന്റെ ഡിമാൻഡിൽ വന്നു. ആൻഡ് പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ബൈ ഓർഡേഴ്സ് ഫിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ ഓക്കെ, അഗെയിൻ ഡീപ്പർ ആയിട്ടുള്ള മിറ്റിഗേഷൻ എവിടെ എത്തി? നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല. കറക്റ്റ് നമ്മൾ അടുത്ത സോണിൽ എത്തിയിട്ടുണ്ട് പ്രൈസ്. ഓക്കെ, നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നു. കാണാൻ വരുന്നുണ്ട് അല്ലെ, കൃത്യമായിട്ട് എവിടെ നമ്മൾ റിയാക്ട് ചെയ്ത് എങ്ങനെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്തു. ശ്രദ്ധിച്ച് നമ്മൾ ആ സോണിന് ബ്രേക്ക് പോലും ചെയ്തിട്ടില്ല അല്ലെ. നമ്മൾ ഈ സോണിന് താഴെ ഒരു ക്യാൻഡിലിന്റെ ബോഡി പോലും ക്രോസ് ചെയ്തിട്ടില്ല. അതേസമയം നമ്മൾ താഴത്തെ മിറ്റിഗേഷൻ ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്കൊരു പാറ്റേൺ കാണാം അല്ലെ. പ്രൈസ് ഒരിക്കലും റാൻഡം ആയിട്ടല്ല പ്രൈസ് റിയാക്ട് ചെയ്യുക. സപ്പോസ് ഈ കൺസെപ്റ്റ് അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ നമുക്കിതിപ്പോ നമ്മളിപ്പോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് നടന്നു? ഇപ്പൊ പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയെന്ന് അവർക്ക് അത് മാർക്കറ്റ് തോന്നിയതുപോലെ ചെയ്യുന്നതാണെന്ന് അവർ പറയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാർക്കറ്റ് ഒന്നും തോന്നിയതുപോലെ ചെയ്യുന്നില്ല. മാർക്കറ്റ് എപ്പോഴും ഒരു സപ്ലൈ ഡിമാൻഡ് റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് കാര്യങ്ങൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, എനിവേസ് ഇനി ബുള്ളിഷ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ഹൈ ബ്രേക്ക് ചെയ്യണം. നമുക്ക് നോക്കാം എപ്പോഴാണ് പ്രൈസ് ചെയ്യുന്നത്. ഇതുവരെ പ്രൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ പോയിന്റ് ഓഫ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റി? നമ്മൾ ഈ സോൺ വയലേറ്റ് ആയി അല്ലേ. എന്ത് പറ്റി? ഈ സോണിൽ ബോഡി ക്ലോസ് വന്നു അല്ലേ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ഒബിയസ്ലി പോയിന്റ് ഓഫ് ടൈം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സോൺ കൺട്രോൾ വരും. ഫ്ലിപ്പ് എന്നുള്ള കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. നമുക്കത് എൻട്രീസ് വരുമ്പോൾ പഠിപ്പിക്കാം. ഓക്കെ, സോ എനിവേസ് ഇപ്പോഴും ഈ മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. ഡിമാൻഡ് തന്നെയാണ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. കാര്യങ്ങൾ മാറിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എവിടെ നമ്മൾ വീണ്ടും ബൈ ഓർഡേഴ്സ് ഫിൽ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ആ ഡിമാൻഡ് വന്നു തൊട്ട് തന്നെ എന്തായി? നമ്മൾ ബൈ ഓർഡേഴ്സ് ഫിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. റൈറ്റ്, ഓക്കെ, വീണ്ടും ഫിൽ ചെയ്യാൻ ശ്രമിച്ചു. അവസാനം എന്ത് പറ്റി? നമുക്ക് ഫിൽ ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ ആ സോൺ ബ്രേക്ക് ചെയ്തു. സ്ട്രക്ചർ എപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ, കാരണം നമ്മൾ ആ സ്വിങ്ങിന്റെ താഴെ ഇതുവരെ ബോഡി ക്ലോസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഹെൽഡ് ചെയ്യുന്ന സോണൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ പോയിന്റ് ഓഫ് ടൈം നമ്മൾ എന്തായിട്ടുണ്ട്? ഈ മാർക്കറ്റിൽ നമ്മൾ ബെയറിഷ് ആയിട്ട് മാറും. സോ നമ്മളെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ഷൻ മാറിയോണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ലോ ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. റൈറ്റ്,
സ്വിംഗ് പോയിന്റ് ഏതാണ്? പുതിയ സ്വിംഗ് പോയിന്റ് ഇതായിരിക്കും. നമുക്ക് ഇത് ആവശ്യമില്ല, നമുക്ക് ഇത് കളയാൻ തൽക്കാലം. ഓക്കെ, ആൻഡ് അഗൈൻ റിപ്പീറ്റ് അല്ലേ. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആരാണ് കൺട്രോളിൽ വന്നത്? ഇപ്പൊ നമ്മൾ സെല്ലേഴ്സിന്റെ കൺട്രോളിലായി മാർക്കറ്റ്. അപ്പൊ ഇനി സപ്ലൈ ആയിരിക്കും കൺട്രോളിൽ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് താഴത്തെ സോണുകൾ ഓർത്ത് വെച്ചേക്കാം, അവിടെയൊക്കെ റിയാക്ഷൻ കിട്ടുന്നുണ്ടാന്ന് നോക്കാം. സോ ബ്രേക്കോസറിൽ നിന്ന് പുറകോട്ട് പോവാം അല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇംബാലൻസ് ഉള്ള അവസാനത്തെ ഒരു ക്യാൻഡിലുണ്ട്, അത് ഈ ക്യാൻഡിലാണ്. സോ ഇത് നമുക്ക് സപ്ലൈ ആയിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു വിക്ക് പോയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ വിക്കിനും കൂടെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഈ സോൺ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഇത്രയും കൂടെ നല്ലത്. സോ ഇത് ഡെയിലിയുടെ സപ്ലൈ സോൺ അല്ലേ, സപ്ലൈ സോൺ നമ്പർ 1. ഇനി വേറെ ഏതെങ്കിലും സോൺസ് നമുക്കുണ്ടോ? ഇതൊരു വിഗ് സോൺ ആണ്. ആ വിഗ് സോണിന്റെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതൊരു വിഗ് സോൺ ആണ്. ആ വിഗ് സോൺ മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഇത് മുഴുവനായിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റ് നമ്മളിത് എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം മുന്നോട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് വരുമ്പോഴാണ് അത് റിഫൈൻഡ് ആവുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളതായിട്ടുള്ള ഒരു ഫേവറേറ്റ് സോൺസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. ഈ വിഗ് സോൺ നമുക്ക് എടുക്കാം. ഈ വിഗ് സോൺ 50% ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. സോ നമുക്ക് അതുകൊണ്ട് ആ സോൺ ആവശ്യമില്ല. ഇതും ഒരു വിക്ക് സോൺ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുന്നത്തെ ഒരുപാട് വിക്കുകൾക്ക് മുകളിൽ പോയ വിക്കാണിത് അല്ലെ. സോ നല്ലൊരു ബൈ നടന്നിട്ടൊരു സെല്ല് നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ വിക്കെന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിൻ്റെയും 50% ഈ വിക്കൊക്കെ വന്നപ്പോൾ ഓൾറെഡി നടന്നു. സോ നമുക്ക് അതും എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് നമ്മൾ ഇവിടുത്തെ ഒരു ഇൻസൈഡ് ബാർ ഉണ്ട്. ഇൻസൈഡ് ബാറിന്റെ ലോ ബ്രേക്ക് ആയത് ഇവിടെയാണ് അല്ലേ. അപ്പൊ അതിന്റെ രീതിക്ക് നോക്കണമെങ്കിലും ഇതും ഒരു സോണാണ് അല്ലേ. ഇൻസൈഡ് ബാറിന്റെ രീതി ഞാൻ പറഞ്ഞത് എന്താണ്? ഇൻസൈഡ് ബാറും നമുക്കൊരു സോണാണ്. സോ ഇപ്പൊ നമ്മൾ ഇൻസൈഡ് ബാർ എടുക്കുകയാണെങ്കിൽ വിചാരിക്കുക ഇൻസൈഡ് ബാറിന്റെ സോൺ, ആൻഡ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെയും വിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. കാരണം നമുക്കറിയാം ഇൻസൈഡ് ബാറിന് മുകളിലും ബൈ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് തന്നെയാണ് നമ്മളെ ഈ കാണുന്ന സോൺ അല്ലേ. നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഇൻസൈഡ് ബാറിന് പകരം നമുക്ക് ഈ ലാസ്റ്റ് ഉള്ള ഇംബാലൻസ് തന്നെ എടുക്കാം. ഇംബാലൻസിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർഫുൾ ആയിട്ടുള്ള സോൺസ് ഇംബാലൻസ് ഉള്ള സോണുകളായിരിക്കും. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേറെ എവിടെ ഉണ്ട്? നമുക്ക് ഈ വിക്ക് ഉണ്ടല്ലേ. ഈ വിക്ക് സോണും എന്താണ്? ഒരു സപ്ലൈ സോൺ ആണ് അല്ലേ. കാരണം എന്ത് പറ്റാ? നമുക്ക് കാണാം ഈ വിക്കിന്റെ ഓപ്പൺ പോലും മിറ്റിഗേറ്റഡ് അല്ല. നമുക്ക് ഈ വിക്ക് ഒരു ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ ആയിട്ട് എടുക്കാം. സോ നമ്മൾ സോണിൽ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിനി റിഫൈൻ ചെയ്യണം. സോ ഞാൻ പറഞ്ഞത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്ട്ലി 50% റിഫൈൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിം യൂസ് ചെയ്യാം, 50% യൂസ് ചെയ്യാം. നിങ്ങൾ എന്ത് മെത്തഡിലാണോ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിക്ക് ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഞാൻ കാണുന്നത് 50% റിഫൈൻ ചെയ്യുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് 50% ആണ് എടുക്കാറ്. ഓഫ് കോഴ്സ് ചില സമയത്ത് ഞാൻ ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഞാൻ കമ്പൈൻ ചെയ്യും ഇത് രണ്ടും കൂടെ. അതിൻ്റെ ഒരു പേഴ്സണൽ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊരു പേഴ്സണൽ സ്റ്റൈൽ നിങ്ങൾ കണ്ടുപിടിക്കും. എനിവേസ്, സോ ഇപ്പൊ ഇങ്ങനെ സോൺ മാർക്ക് ചെയ്യുന്നു. ആൻഡ് ലെറ്റ്സ് പ്ലേ പ്രൈസ് ഫോർവേഡ്. ഓക്കെ, നമുക്ക് കിട്ടി അടുത്ത ലോ പോയിന്റ് അല്ലേ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. പ്രൈസ് എന്ത് ചെയ്യുന്നു നോക്കാം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുള്ള ഈ സോണിൽ തന്നെയാണ്. നമ്മളിതിപ്പോ റിഫൈൻ ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്തിട്ടില്ല? പ്രൈസ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ റിഫൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഒരു കാര്യം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ സോണിൽ ഹിറ്റ് ചെയ്തിട്ടുമുണ്ട്, പ്രൈസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് ഇറങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും റിഫൈനിങ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എല്ലാം നമുക്ക് 100% ചെയ്യാൻ പറ്റത്തില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ റിഫൈൻ ചെയ്യണം എന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കണം. സോ ഒബിയസ്ലി ഇത് റിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ചിലപ്പോൾ എൻട്രീസ് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടി കാണത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ആ റിഫൈനിങ് തന്നെ നമ്പുക. പ്രൈസ് അവിടെ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റിഫൈൻഡ് സോണിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എൻട്രി കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്താ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാം. സോ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആ റിഫൈൻഡ് സോണും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് റാൻഡം ആയിട്ടല്ല നടന്നല്ലേ. കൃത്യം നമ്മൾ സോണിൽ വന്നു, പ്രൈസ് അവിടെ നിന്നാണ് ആ സെൽ ഓർഡേഴ്സ് ഫില്ലായത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബൈ ഒക്കെ എന്തായിരിക്കും? ഈ ബൈ ഒക്കെ നടന്നത് ഹയർ പ്രൈസസിന് വിൽക്കാനാണ്. എവിടെയാണ് വിൽക്കാൻ തുടങ്ങിയത്? ഒരു സപ്ലൈ സോണിൽ തന്നെയാണ് വിൽക്കാൻ തുടങ്ങിയത് അല്ലെ. സോ ഇതെല്ലാം നമ്മൾ എന്താ പറയാ, നിങ്ങൾ ഈ ചെയ്യുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ, സോ ലെറ്റ്സ് സേ നമുക്കിനി എന്താ, ഇനിയിപ്പോൾ ബെയറിഷ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ലോ തന്നെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, പ്രൈസ് ഈ പോയിന്റ് ഓഫ് ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആ സപ്ലൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോഴും വേറെ മാറ്റമൊന്നുമില്ല, നമ്മളിപ്പോഴും ബെയറിഷ് തന്നെയാണ് ഈ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, സ്ട്രക്ചറിന്റെ രീതിക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ ഓൾറൈറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഈ സപ്ലൈ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സപ്ലൈ കൺട്രോൾ എടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു, സപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ട്? റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു സെക്ഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹൂസ് ഇൻ കൺട്രോൾ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കും. ബട്ട് എനിവേസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈ വന്നു, ഇവിടെ നിന്ന് ബെയർ സ്കാനിലുണ്ട്. അതായത് സെൽ ഓർഡേഴ്സ് സപ്ലൈയിൽ ട്രിഗർ ആയി.
പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു? അതിൻ്റെ ആവശ്യമില്ല, മാർക്കറ്റിൽ ഹയർ പ്രൈസസ് ആണ് പോവേണ്ടത് എന്ന് മാർക്കറ്റ് കാണിച്ചു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ഓൾറെഡി നമ്മളെ സ്ട്രക്ചറും മാറി, നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡിന്റെ രീതിയിലോട്ട് നമ്മൾ വീണ്ടും മാറി. റൈറ്റ്, വീണ്ടും നമ്മൾ ബുള്ളിഷ് ട്രെൻഡായി. സോ ഒബ്വിയസ്ലി ഇതിന് പകരം നമുക്ക് ഈ ലോവസ്റ്റ് പോയിന്റ് ഇതായിട്ട് എടുക്കാം. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും റിപ്പീറ്റ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സോൺസ് വരയ്ക്കാൻ തുടങ്ങും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സോൺ ഈ ക്യാൻഡിൽ തന്നെ എടുക്കാം, കാരണം ഇംബാലൻസ് ഉണ്ട്, ആ ലെഗിൽ ഇംബാലൻസ് ഉള്ള ക്യാൻഡിലാണിത്. സോ ഈ ക്യാൻഡിൽ തന്നെ ഡെയിലിയുടെ ഡിമാൻഡ് ആയിട്ട് എടുക്കാം. ഡെയിലി ഡിമാൻഡ് സോൺ നമുക്ക് തിരിച്ചിറങ്ങാം. നമുക്ക് ഇവിടെ ഒരു ഇൻസൈഡ് ബാർ കാണാം, നമുക്ക് ഇൻസൈഡ് ബാർ കാണാൻ വരുന്നുണ്ട്. അപ്പൊ ഇൻസൈഡ് ബാറിന്റെ സോൺ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഐ മാർക്ക് ദാറ്റ്. ആദ്യ സോണുകളെല്ലാം മാർക്ക് ചെയ്യാം. ഓക്കെ, ഡെയിലി ഡിമാൻഡ് സോൺ. ഈ വിഗ് സോൺ നമുക്ക് ഇവിടെ ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് സോണുകളുണ്ട്, ഓവർലാപ്പ് ചെയ്യും എനിക്കറിയാം, പക്ഷേ ഒന്നും വിടണ്ട, വരയ്ക്കുക. ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം ഇത് കണ്ണിപ്പെടുക, വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്തുണ്ട്? ഈ ഒരു ഇൻസൈഡ് ബാർ ഉണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത്. ഇൻസൈഡ് ബാർ ഉണ്ട്. ഇൻസൈഡ് ബാർ നമുക്ക് തൽക്കാലം വരച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ സോണും പുതിയ സോൺ ഉണ്ടാകുമ്പോൾ പഴയ സോണിനെ റെസ്പെക്ട് ചെയ്തിട്ട് അവിടെ പുതിയ സോൺ ഉണ്ടാവുകയാണ് അല്ലെ. സോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സോണിന്റെ ക്രിയേഷൻ അല്ലെ. ഓക്കെ, അഗെയിൻ നമുക്ക് താഴോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇംബാലൻസ് ഇല്ല, ഇവിടെ ഒരു ചെറിയ ഇംബാലൻസ് ഉണ്ട്, നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ. ഓക്കെ, കാരണം 1 2 3. ഓക്കെ, ഈ ക്യാൻഡിലെ വിക്കും ഈ ക്യാൻഡിലെ വിക്കും കണക്ഷൻ ഇല്ല. ഓൾറൈറ്റ്, ബട്ട് ഓക്കെ, മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് ഇവിടെ കണക്ഷൻ ഉണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ 1 2 3 എടുത്തു കഴിഞ്ഞാൽ 1 2 3. ഓക്കെ, ഇവിടെ കണക്ഷൻ ഉണ്ട്. സോ ഇവിടെ ഇംബാലൻസ് ഇല്ലായ്മയൊന്നുമില്ല, എല്ലാം ബാലൻസ്ഡ് ആണ്. ഓക്കെ, നമുക്ക് ഈ വിക്ക് എടുക്കാം, കാരണം ഈ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു വിക്ക് സോൺ ആണ് ഓൺ ഇറ്റ്സ് ഓൺ, കാരണം ആ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ ഉണ്ടായിരുന്ന വിക്കുകളുടെയൊക്കെ താഴെ വന്നിട്ടുണ്ട്. സോ ഒബിയസ്ലി ഇവിടെ നല്ലൊരു സെല്ല് നടന്നിട്ടുണ്ട്, പിന്നെയാണ് ബൈ. അപ്പൊ സെല്ല് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കാരണമാണ്, നമുക്കത് എടുക്കേണ്ടി വരും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് റിഫൈൻ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഒബിയസ്ലി ഇത്രയും വലിയ സോണാണ്, ഇത്രയും വലിയ വിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ സോണുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാനുള്ളത്? റിഫൈൻ ചെയ്യാനുള്ളത്. സോ നമുക്ക് 50% എടുക്കാം. ഓക്കെ, ഈ വിക്ക് സോൺ ഉണ്ട് സത്യം പറഞ്ഞാൽ, പക്ഷെ അതിന്റെ 50% എനിക്കൊന്ന് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണ്ട? നമുക്ക് ആ വിക്ക് എടുക്കണ്ട. ഓക്കെ, ഇനി ഈ ഇൻസൈഡ് ബാർ ഉണ്ട്, ആ ഇൻസൈഡ് ബാറിന് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഓപ്പൺ മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്, 50% മിറ്റിഗേറ്റ് അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 50%ന്റെ രീതിക്ക് ഈ സോൺ വരച്ചു വെക്കാൻ കഴിയും. അതുപോലെ തന്നെ അടുത്ത ഈ ക്യാനിലെ വിഗ് സോൺ ഉണ്ട്, അതിന്റെ ഓപ്പൺ മിറ്റിഗേറ്റ് ആണ്, നിങ്ങൾക്ക് കാണാം. ആ ഓപ്പണിലാണ് ഇൻസൈഡ് ബാർ ഉണ്ടായത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെയും 50% എടുക്കാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് 50%. ഓക്കെ, ആൻഡ് നമുക്ക് എന്തുണ്ട്? ഈ ഇൻസൈഡ് ബാറിന്റെയും എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണ്, 50% അല്ല. സോ എന്ത് ചെയ്യാൻ? നമുക്ക് ഇതിനെ 50% ആക്കാം. ഞാൻ എല്ലാം 50% ആണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വൺ. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രൈസ് ആക്ഷൻ, ബുള്ളിഷ് പ്രൈസ് ആക്ഷനിലുള്ള ഡിമാൻഡ് സോണിലൊക്കെ മാർക്ക് ചെയ്തു. നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പ്രൈസ് പുതിയ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈ. ഓക്കെ, വീണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും ബുള്ളിഷ് ആണ്. താഴത്തെ സോണുകളൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല, ഫ്യൂച്ചറിലായാലും ആ സോണുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. വീണ്ടും സെയിം റൂൾസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇൻസൈഡ് ബാർ ഉണ്ട്, കാണാം. ഇത് അടുത്ത ഡിമാൻഡ് സോൺ ആണ്, മാർക്ക് ചെയ്യുക. ഡെയിലിയുടെ ഡിമാൻഡ് സോൺ. അതേസമയം ഈ വിക്ക് നമുക്കൊരു സോണാണ്, നമുക്ക് അതും മാർക്ക് ചെയ്യാം. വിഗ് സോൺ, ഡെയിലിയുടെ ഡിമാൻഡ് സോൺ. പിന്നെ നമുക്ക് ടൈപ്പ് 1 എന്തെങ്കിലും ഉണ്ടോ? ടൈപ്പ് 1 എവിടെ ഉണ്ടാ? ഓക്കെ, ടൈപ്പ് 1 നമുക്ക് വന്നിട്ടുള്ളത് ഈ ഏരിയയിലാണ്. ടൈപ്പ് 1ന്റെ 50% മിറ്റിഗേറ്റഡ് അല്ല, പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിഗ് സോൺ അതിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ടൈപ്പ് 1 പേഴ്സണലി മാർക്ക് ചെയ്യത്തില്ല, പകരം ഞാൻ ഈ വിഗ് സോൺ അല്ലെങ്കിൽ ആ സോൺ ആയിട്ട് നോക്കാം. എനിവേസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിഫൈൻ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഈ വിഗ് സോൺ റിഫൈൻ ചെയ്യാം, കാരണം അതിന്റെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണ്. സോ മിറ്റിഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്, ഓൾസോ വി ക്യാൻ ഡു. സോ ഇതിപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമ്മൾ എങ്ങനെ വരച്ച് പോകുന്നുള്ള രീതിക്കാണ് എക്സസൈസ്. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു. സ്ട്രക്ചർ പിന്നെ സോൺസ്. ഓക്കെ, ലെറ്റ്സ് സീ. സോ ഓക്കെ, കറക്റ്റ് എവിടെ നമ്മൾ ആ ഡിമാൻഡ് എത്തി. നിങ്ങൾക്ക് ആ റിയാക്ഷൻ കാണാം, ആ വിക്ക് നിങ്ങൾക്ക് കാണാം എന്ത് പറ്റിയെന്നുള്ളത്. നല്ലൊരു റിയാക്ഷൻ ആണ് അല്ലേ. ആ സോണിൽ ടാപ്പ് ചെയ്ത ഉടനെ റിയാക്ഷൻ. നമ്മൾ ഒരു റാൻഡം ആയിട്ടുള്ള ഏരിയ അല്ല എക്സ്പെക്ട് ചെയ്യണം, നമ്മളെ റൂൾസ് പ്രകാരം നമുക്കുള്ള സോണുകൾ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അഗൈൻ സെൽ ഓർഡേഴ്സ്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റി എവിടെ നിന്നാണ് കൃത്യ ബൈ ഓർഡേഴ്സ് ഫില്ലായിപ്പോയി, എവിടെ നിന്നാണ് നമ്മളെ ഡിമാൻഡ് ചെയ്യുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? കൃത്യമാണ്. നമ്മൾ ഒരിക്കലും റാൻഡ് ആയിട്ടുള്ള പ്ലേസ് അല്ല, നമ്മൾ കറക്റ്റ് എവിടെ നിന്ന് ഫില്ല് ചെയ്യണോ അവിടെ നിന്ന് തന്നെയാണ് പ്രൈസ് ഫില്ല് ചെയ്തിട്ട് പോയിട്ടുള്ളത്. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് സെസറി കിട്ടി. ഓക്കെ, എനിവേസ് ഈ സോൺ എൻ്റെ അഭിപ്രായത്തിൽ നമുക്കിതിന് ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി മിറ്റിഗേഷൻ ഓൾറെഡി നടന്നു. 50% ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സോൺ ലിക്വിഡിറ്റി ആയിട്ട് മാറും. ലിക്വിഡിറ്റി നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് ഇതും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് സെസറി കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഇംബാലൻസുകളൊന്നുമില്ല. നമുക്കുള്ള ഒരു ഇൻസൈഡ് ബാർ ആണ്. അതുപോലെ തന്നെ വിഗ് സോൺ ഉണ്ട്, പക്ഷേ വിഗ് സോണിന്റെ 50% മിറ്റിഗേറ്റ്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് ബാർ എടുക്കാം. ഓക്കെ, ഇതെടുക്കോ രണ്ടിലേത് വേണോ എടുക്കാം ഇൻസൈഡ് ബാർ. ഓക്കെ, നിങ്ങൾക്ക് ഇതെടുക്കണമെങ്കിൽ ഇത് തന്നെ എടുക്കാം. ഒബിയസ്ലി ഞാൻ റിഫൈൻ ചെയ്ത് തന്നെ വരയ്ക്കാം. ഓക്കെ, സോ ഡെയിലിയുടെ ഓക്കെ, റൈറ്റ്. ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഇത് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ടേക്ക് ദിസ് ടൈപ്പ് 1 നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ടൈപ്പ് 1 എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് മുഴുവൻ ഒരു സോണായിട്ടും എടുക്കാം. എല്ലാവരുടെയും അവരവരുടെ പ്രിഫറൻസ് ആണ്. ഓക്കെ, എല്ലാ രീതിയും നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇതിൽ എന്താണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, എനിവേസ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് സെസറി പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് പോകാം. ഓക്കെ, ഇപ്രാവശ്യം നോക്കിയാൽ നമ്മൾ ഡിമാൻഡ് സോണൊന്നും ടാപ്പ് ചെയ്തിട്ടില്ല. സോ മാർക്ക് ചെയ്യാം, പുതിയ ഹൈ. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറ്റിയത്, ഇവിടെ നമുക്കൊരു ഇൻസൈഡ് ബാർ ആണുള്ളത്. ആ ഇൻസൈഡ് ബാറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോണായിട്ട് എടുക്കാൻ കഴിയും. 50% ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. സോ ഓൾറെഡി റിഫൈൻഡ് ആയിട്ടുള്ള സോണ് കിട്ടും. ഇതിന് ഡെയിലിയുടെ ഡിമാൻഡ് സോൺ ആണ്. നമുക്ക് കാണാം അവിടെ ഓൾറെഡി റിയാക്ഷൻ പ്രൈസ് തന്നു തുടങ്ങി. ഓക്കെ, ആൻഡ് നമ്മൾ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഡിമാൻഡ് ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഈ മാർക്കറ്റിൽ ഇപ്പോൾ ബെയറിഷ് ആയി കാണും. ഓക്കെ, സോ സ്ട്രക്ചർ വേണ്ടി വരച്ചേക്കാം. ഇവിടെ നിന്ന് നമ്മൾ ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോഴായിട്ടില്ല, സോറി, ബോഡി ക്ലോസ് നടന്നിട്ടില്ല. സോ ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം പക്ക ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ സോൺസ് ഒന്നും പ്രൈസ് ഹോൾഡ് ചെയ്തില്ല. ശകല റിയാക്ഷൻ കിട്ടിയെങ്കിലും എന്ത് ചെയ്തു, നമ്മൾ ആ സോണൊക്കെ ബ്രേക്ക് ചെയ്തു. സോ ഇനി ഈ ഡിമാൻഡ് സോണുകളൊന്നും വാല്യൂ ഇല്ല. ഇനി നമ്മൾ നോക്കുക സപ്ലൈ ആയിരിക്കും, കാരണം സെല്ലേഴ്സ് ഇറങ്ങി. സോ ലെറ്റ്സ് സീ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഇംബാലൻസ് ഉള്ള ഒരു ക്യാൻഡിലുണ്ട്. അതേത് ക്യാൻഡിലാണ്? ഈ ക്യാൻഡിൽ തന്നെയാണ് ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ, ലാസ്റ്റ് ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ ആ ലെഗിൽ അല്ലേ. സോ അത് തന്നെ ഒരു സോണാണ്. അത് കൂടാതെ നമുക്ക് നോക്കണമെങ്കിൽ ടൈപ്പ് 1 നമുക്ക് ഒരു സോൺ ഉണ്ട് അല്ലേ. ടൈപ്പ് 1 സോൺ എവിടെയാണ് വാലിഡേറ്റഡ് ആയത്? ഇതാണ് വാലിഡേറ്റഡ് ആയത്. സോ ഒന്നിലേക്ക് നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് 1 ആയിട്ട് എടുക്കാം. രണ്ട് കറക്റ്റ് തന്നെയാണ്. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ എടുക്കാം. ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ആൻഡ് ഇത് സപ്ലൈ സോൺ ആയിട്ട് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഡെയിലിയുടെ സപ്ലൈ സോൺ. ഓക്കെ, ആൻഡ് ഓക്കെ, ഓൾറെഡി ഇത് നമുക്ക് ഓക്കെ ഓക്കെ. സോ ഇത് ഞാൻ ലോ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഓക്കെ, ബ്രേക്ക് നടത്തും. സോ ഞാൻ ഇത് ഓൾറെഡി ബ്രേക്ക് സിസ്റ്റർ ആയിട്ട് എടുക്കും. ഞാൻ പറഞ്ഞാൽ എല്ലാവരും രീതി വ്യത്യാസമായിരിക്കും. ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. ഞാനൊരു പിപ്പിൻ്റെ രീതിക്കായിരിക്കും കണക്ക് കൂട്ടുക. സോ എനിവേസ് ഈ ഒരു സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ എന്ത് ചെയ്യാം അല്ലേ, നമുക്ക് റിഫൈൻ ചെയ്ത് വെക്കാം. ഈ സപ്ലൈ നമുക്ക് ചെറുതാക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ദിസ് ഇസ് എ സപ്ലൈ. വേറൊരു സപ്ലൈ നമുക്ക് അതിൻ്റെ ഇടയിലില്ല. നമുക്ക് ഇൻസൈഡ് ബാർ കിട്ടിയിട്ടുണ്ട് അല്ലെ, ഈ ബ്രേക്കിന് ഉത്തരവാദിയായത്. നമുക്ക് രണ്ട് സോൺ ഉണ്ട്. ഒന്ന് ഈ വിക്ക് സോൺ മാത്രം നമുക്ക് എടുക്കാം. ഇതും ഡെയിലിയുടെ ഒരു സപ്ലൈ സോൺ ആണ്. ഓക്കെ, സോറി, ഡെയിലിയുടെ സപ്ലൈ. അതേസമയം നിങ്ങൾ ഇൻസൈഡ് ബാർ എടുക്കണമെങ്കിൽ ഇൻസൈഡ് ബാർ എന്താണ്, ഒരു സപ്ലൈ തന്നെയാണ്. ഇൻസൈഡ് ബാർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓവർലാപ്പ് ആവും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 50% എടുത്തു കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഇൻസൈഡ് ബാറിന്റെ സപ്ലൈ സോണും വരുന്നുണ്ട്. ഓക്കെ, സോ ഓവർലാപ്പ് ചെയ്യുമ്പം ഞാൻ പ്രോബബ്ലി ആ എക്സ്ട്രീം സോൺ ആയിരിക്കും ഉപയോഗിക്കുക. ഫോർ ദിസ് കോഴ്സ് നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഓക്കെ, ഓൾറൈറ്റ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ വന്നിട്ടാണ് നമ്മൾ ബൈ ഓർഡേഴ്സ് ഫില്ലാക്കിയത്? ആ മുമ്പുള്ള ഡിമാൻഡിൽ വന്നിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഓർഡേഴ്സ് ഫില്ലാക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാം നമ്മളെത്തി. എവിടെ എത്തി? സപ്ലൈയിലെത്തി. സപ്ലൈ എത്തിയിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻ കാണാമോ? കൃത്യം സപ്ലൈ എത്തിയിട്ടാണ് എന്ത് ചെയ്തത്, പ്രൈസ് റിയാക്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇതൊരാൾക്ക് അറിഞ്ഞൂടാ. ഇപ്പം നിങ്ങളെപ്പോലെ ഇത് പഠിക്കാത്ത ആളാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഫില്ല് ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്കറിയാം റീസൺ ഉണ്ട് എന്തുകൊണ്ട് ഇവിടുന്ന് ഈ ബൈ ഓർഡേഴ്സ് ഫില്ലായി. കാരണം ലോവസ്റ്റ് പ്രൈസ് ആണ്, ഡിമാൻഡ് സോൺ ആണ്, മിറ്റിഗേഷൻ ഉണ്ട്, നല്ല റേറ്റിനായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൈസ് കിട്ടുക. അതേപോലെ തന്നെ സപ്ലൈ ആണ്, ഹൈ പ്രൈസിന് വിൽക്കാൻ കഴിയും, നല്ല റേറ്റിന് ഇൻസ്റ്റിറ്റ്യൂഷന് സെല് ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ നിന്നാണ് നമ്മൾ സെല് ചെയ്തത്, നമ്മൾ ആ ഡിമാൻഡ് സോണിൽ നിന്നാണ് സെല് ചെയ്ത് പ്രൈസ് അങ്ങോട്ട് ഇറങ്ങിയത്, താഴോട്ട് ഇറങ്ങിയത്. ഓക്കെ,
സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, എനിവേസ് ആ ബിഗ് സോൺ നമുക്ക് വെച്ചേക്കാം. ബിഗ് സോൺ ടാപ്പ് ആയിട്ടില്ല. ഈ സോൺ എൻ്റെ അഭിപ്രായത്തിൽ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയിരിക്കും. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വീണ്ടും ആ ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലേ. ഈ സോൺ ബ്രേക്ക് ആയി. നിങ്ങൾക്ക് ഒരുവിധം കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് പോവുക ഓരോ ചാർട്ടിലും. ഓക്കെ, ഡെയിലി വീണ്ടും ബെയറിഷ്. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ സോൺസ് നോക്കാം. എനിക്ക് ആ കൂടി ഒരു സോണേ കാണാൻ കഴിയുന്നുള്ളൂ. ഇതാണ് ആ സോൺ. ഓക്കെ, ഇതാണ് നമ്മളെ സപ്ലൈ സോൺ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും റിഫൈൻ ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ലൈക്ക് സോ. ആൻഡ് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം. ഓക്കെ, നമ്മൾ എവിടെ എത്തി, മുമ്പത്തെ ഒരു ഡിമാൻഡ് എത്തി. ഡിമാൻഡ് എത്തിയോണ്ട് നിങ്ങൾ നോക്കി എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ കാണുന്നുണ്ടോ നിങ്ങൾ? ഒന്നും റാൻഡം അല്ല മാർക്കറ്റിൽ, എല്ലാം ഈ സപ്ലൈ ഡിമാൻഡില്ല റെസ്പെക്ട് ചെയ്താണ് പ്രൈസ് പോകുന്നത്. നമ്മൾ എത്തി സപ്ലൈയിൽ. സപ്ലൈ എത്തിയിട്ട് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. സപ്ലൈ നിങ്ങൾ ആ റിയാക്ഷൻ കണ്ട, സപ്ലൈ എത്തിയിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, സപ്ലൈന്ന് സെൽ ഓർഡേഴ്സ്. സോ ഇതാണ് ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും പവർ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെത്തി മുകളിലെ നമ്മൾ ആ വിക്ക് സോണിൽ, റാൻഡം സ്ഥലത്തല്ല വന്ന, എവിടെയാണ് വന്നത്, വിക്ക് സോണിൽ വന്നു. ആ സെൽ ഓർഡേഴ്സ് എവിടെ നിന്ന് ഫിൽ ആയെന്ന് ശ്രദ്ധിക്കും. ആ വിക്ക് സോണിൽ നിന്നാണ് സെൽ ഓർഡേഴ്സ് ഫില്ലായിട്ട് ഇറങ്ങുന്നത്. സോ ഈ മാർക്കറ്റിൽ ഒന്നും റാൻഡം അല്ല, ഒരു കാര്യവും റാൻഡം അല്ല. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് നമ്മൾ ചാർട്ടിൽ അനലൈസ് ചെയ്ത് വരിക. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരു ഹോംവർക്ക് തരും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഹോംവർക്ക് ഞാൻ എന്ത് പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണൽ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ പ്ലോട്ട് ചെയ്യാനും റിഫൈൻ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനെയായിരിക്കും നമ്മൾ എല്ലാ ടൈം ഫ്രെയിമും ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഡെയിലി മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലിയിലും 4 hours-ലും 50 minutes-ലും നമ്മൾ ഇങ്ങനെ മാർക്കപ്പ് ചെയ്തിടും. അടുത്ത വീഡിയോയിൽ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സീ യു ഗൈസ്.